ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി 50,000 രൂപ സ്വയം തൊഴിൽ വായ്പ ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന 50,000 രൂപയിൽ നേർപകുതിയോളം, അതായത് 50% സബ്സിഡിയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഈടും വസ്തുജാമ്യവും ആവശ്യമില്ലാതെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ വായ്പ. ഈ പദ്ധതിയിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്നും നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതി സംസ്ഥാനത്തുടനീളമുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടത്തപ്പെടുന്ന ഒരു സ്കീമാണ്. ഇത് മാത്രമല്ല, വിവിധ തരം സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ എംപ്ലോയ്മെൻറ്റ് വഴി നടത്തപ്പെടുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അത് കൃത്യമായി പുതുക്കി വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. കാരണം സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഈ സ്കീം വഴിയാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് വിധവയായിട്ടുള്ള സ്ത്രീകൾക്കും അതോടൊപ്പം നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്കും അതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ 30 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ ഭിന്നശേഷിയായിട്ടുള്ളവർക്കും കിടപ്പ് രോഗികളായ ഭർത്താക്കന്മാർ ഉള്ളവർക്കും ശരണ്യ എന്ന സ്കീമിലേക്ക് ധൈര്യമായി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന സ്ത്രീകൾക്ക് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ഈ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇക്കൂട്ടർക്ക് 50,000 മുകളിലും ലോൺ ലഭിക്കുന്നതാണ്. പക്ഷെ അത് നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന 50,000 രൂപ പലിശരഹിത വായ്പാ പദ്ധതിയാണ്. അതിൽ 25,000 രൂപ സബ്സിഡി ആയിട്ട് അക്കൗണ്ടിലേക്ക് വരും. ബാക്കി ശേഷിക്കുന്ന തുക 60 തവണകളായിട്ട് അടച്ചു തീർത്താൽ മതിയാവും. ഇങ്ങനെ കൃത്യമായിട്ട് അടച്ചു വരുന്നവർക്ക് വീണ്ടും സംരംഭങ്ങൾ തുടങ്ങാൻ വായ്പകളായിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭവന സമുന്നതി എന്ന പദ്ധതിയിലൂടെ മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വീടിന് 2 ലക്ഷം രൂപ വരെയാണ് മെയിൻ്റനൻസിനായി ഈ പദ്ധതി വഴി ലഭിക്കുന്നത്. നിലവിലിപ്പോൾ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. പ്രത്യേകം ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപേക്ഷാ ഫോം ഉണ്ടാവും. അതിനോടൊപ്പം അനുബന്ധ രേഖകളും ഹാജരാക്കണം. സ്ഥലമുടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ വീടിൻ്റെ കരം, സ്ഥലത്തിൻ്റെ കരം, മറ്റനുബന്ധ രേഖകളും അതോടൊപ്പം ഗുണഭോക്താവിൻ്റെ വരുമാനം തെളിയിക്കുന്ന രേഖ, ജാതി തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളും ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ 4 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. നേരിട്ട് തപാൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത്. അതിനാൽ സെപ്റ്റംബർ 30 മുമ്പായി ഗുണഭോക്താക്കൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സെൻറ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.